വരുന്നു ഒരു നഗരം, വരുന്നു അടിസ്ഥാനമുള്ള നഗരം. എബ്രായ ലേഖനം 11 ഭാഷ പറഞ്ഞാൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കൊലോസ് ലേഖനം 3 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തേജസ്സിൽ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനും തേജസ്സിൽ അവനോടുകൂടെ കാണും. ആ മനോഹരമായ പാട്ടില്ലേ, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലം ഏറ്റവും ആസന്നമേ, അതൻ ആശയെ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ആവശ്യപ്പെടട്ടെ, യേശുവിങ്കിൽ നിന്നും പഠിക്കുക. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കുമ്പോൾ കഷ്ടതയെപ്പറ്റി ഒരു വേറെ ഡെഫിനിഷൻ ലഭിക്കും. ആവർത്തന പുസ്തകം 28 അല്ല, മത്തായി സുവിശേഷം 5 മുതൽ 7 വരെ മോശയിലും ശ്രേഷ്ഠനായവൻ വന്നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കുക ജീവൻ, ജീവങ്കിലേക്കുള്ള ആ വഴി ഇടുക്കമുള്ളതാ. കഷ്ടമുണ്ട്, പീഡനം വരും, ദുഃഖമുണ്ടാകും, വിലപിച്ച് കരയേണ്ട വരും, കണ്ണുനീറുണ്ടാകും, നിങ്ങളുടെ ഹൃദയം മുറിവേൽക്കും. അതിൻ്റെ നടുവിൽ ഞാൻ സമാധാനം തരാം, ഞാൻ സന്തോഷം തരാം. പൗലോസ് പറഞ്ഞില്ലേ, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. ആവർത്തന പുസ്തകം 28 സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം വേണ്ട. ആവർത്തന പുസ്തകം 28 അനുഗ്രഹിക്കപ്പെട്ടവന് അവൻ്റെ സാഹചര്യത്തെ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ സമാധാനം. ഓ വസ്തുവകകൾ, ഓ ദാസന്മാർ ദാസിമാർ, മൃഗസമ്പത്ത്, ഇതെല്ലാം എന്തൊരു സമാധാനം. ഇതല്ല പുതിയ നിയമത്തിൽ. മൃഗസമ്പത്തിൽ അടങ്ങിയിരിക്കുന്നതല്ല, ബാങ്ക് ബാലൻസിൽ അടങ്ങിയിരിക്കുന്നതല്ല, വസ്തുവിലോ വീടിലോ അടങ്ങിയിരിക്കുന്നതല്ല, പൊന്നും വസ്ത്രങ്ങൾ വിലയേറിയ മുത്തുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതല്ല. മറ്റെന്തിലടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി? സമാധാനം എന്നുള്ളത് എന്താ? സമാധാനം എന്നുള്ളത് സാഹചര്യങ്ങളിൽ നിൽക്കുന്നതല്ല, സകല ബുദ്ധിയെയും കവിയുന്ന എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി സമാധാനം എടുക്കാൻ ഒക്കത്തില്ല. പുറമേ ഉള്ള മനുഷ്യൻ തകർന്നു, പക്ഷേ സുവിശേഷം, എന്ത് സുവിശേഷം? യേശുവിൻ്റെ സുവിശേഷം, അവനുമായുള്ള ബന്ധം, ഒരു പ്രത്യേക ശാലോം, ഒരു സമാധാനം, ഒരു സ്വസ്ഥത എന്നിൽ കൊണ്ടുവരുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. യേശുവിങ്കിൽ നിന്ന് പഠിപ്പാൻ, ആ യേശുവിൻ്റെ ജീവിതം പ്രസംഗത്തിൻ്റെ പ്രമേയമാകുവാൻ, ദർശനമെന്നുള്ളത് യേശു ക്രിസ്തു എന്ന തലയോളം മെച്യൂരിറ്റിയിൽ കഷ്ടത്തെപ്പറ്റി ഒരു പുതിയ വീക്ഷണം ഉണ്ടാകുവാൻ, കഷ്ടത്തിൻ്റെ നടുവിൽ നിലനിർത്തുന്ന ദൈവം, എന്നാൽ കൃപയെ കൂട്ടിത്തന്ന് അതിലൂടെ കടത്തിവിടാൻ അവൻ്റെ ഹിതമാണെങ്കിൽ അത് അലവ് ചെയ്യുന്ന ദൈവം, അത് ശിക്ഷണമായിട്ടോ വിശ്വാസത്തിൻ്റെ പരിശോധനയായിട്ടോ നമ്മളെ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കുവാനോ ഒക്കെ വിവിധങ്ങളായ ഉദ്ദേശങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ഹൃദയം ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കൊലോസ്യ ലേഖനത്തിൻ്റെ ഈ ചിന്തകൾ ആത്മീക മനുഷ്യനെ ബലപ്പെടുത്തുന്നതായി മാറട്ടെ, തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി സൂക്ഷിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഏവരുടെ മേലും വസിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.